നമസ്കാരം. സുഗതകുമാരി ടീച്ചർ എഴുതിയ വാരിയൽ എന്നുള്ള ഒരു ലേഖന സമാഹാരത്തിലെ ഒരു ചെറിയ ലേഖനം വായിച്ചപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ആ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ വായിക്കാം. ആങ്ങളമാർ കുറ്റിയേറ്റുവോ? പണ്ട് ആങ്ങള എന്നൊരു വാക്കുണ്ടായിരുന്നു മലയാളത്തിൽ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഏതാണ്ട് അപരിചിതമായ ഒരു വാക്ക്. നാട്ടിൻപുറത്തെ ഒരു പെണ്ണിനോട് ഏതെങ്കിലും ഒരു തെമ്മാടി അനാവശ്യമായൊരു വാക്ക് പറഞ്ഞുവെങ്കിൽ അപ്പോൾ അവൻ്റെ ചെകിടത്ത് അടി വീഴുമായിരുന്നു. പെൺകുട്ടികളുടെ മാനം കാക്കൽ തങ്ങളുടെ ചുമതലയാണെന്ന് നാട്ടിലെ ചെറുപ്പക്കാർ കരുതിയിരുന്നു. ഇവർ ആങ്ങളമാരായിരുന്നു. ഇന്നോ ആർക്കും ആരോടും ബന്ധമില്ല. ഏതു പെണ്ണിനെ എവിടെയിട്ട് മാനം കെടുത്തിയാലും ബാക്കിയുള്ളവർ നോക്കി നിന്ന് രസിക്കും. ചിലർ അതിൽ കൂട്ടുചേരും. മാന്യന്മാർ മുഖം തിരിച്ച് കാണാത്ത മട്ടിൽ നടന്നകലും. ഇവിടെ കുറ്റവാളികളുടെ എണ്ണം പെരുകിയിരിക്കുന്നുവെങ്കിൽ അതിനു കാരണം ഇവിടെ മാന്യന്മാരുടെ കോട്ട് എണ്ണം പെരുകിയത് തന്നെ. നാട്ടിൽ ചോദിക്കാൻ ആളില്ലാത്തത് തന്നെ. ഒരു നാടായാൽ അവിടുത്തെ തെമ്മാടികളെ തല്ലി മുട്ടൊടിക്കാൻ ആൺപിള്ളേർ വേണം. ഒരു പെണ്ണ് എന്ന് വെച്ചാൽ അവളെ പെങ്ങളോ മകളോ അമ്മയോ ആയി കാണാൻ തെളിച്ചമുള്ള കണ്ണുകൾ വേണം. പകരമോ അവളെ വെറും ചരക്കായി കാണുന്നവർ, അതൊരു മിടുക്കായി പൗരുഷമായി അഭിമാനിക്കുന്നവർ. ഈ പരമനീചന്മാരെ ചൊല്ലി ഞങ്ങൾ അമ്മമാർ ദുഃഖിക്കുന്നു, ലജ്ജിക്കുന്നു. എവിടെ പോയി ഞങ്ങൾ പ്രസവിച്ച ആൺകുട്ടികൾ? പെങ്ങന്മാരുടെ മാനം കാക്കാൻ ചോര ചിന്താൻ മടിയില്ലാത്തവരാണ് അഭിമാനികൾ. അവരെ കാണുന്നില്ലല്ലോ, കാണുന്നതോ എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ കാര്യങ്ങൾ. ഇവിടെ ഒന്നാമത് ഇത് എഴുതിയ വ്യക്തിയെയും ഇത് എഴുതിയ കാലഘട്ടത്തെയും നമ്മൾ നോക്കാം. സുഗതകുമാരി ടീച്ചർ ഇപ്പോൾ മരിച്ചുപോയി. ആളുടെ പ്രായം അറിയാലോ, ആൾ ഏത് ജനറേഷനിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ അത് 1996 പണ്ട് എഴുതിയൊരു ലേഖനമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പല വോക്കിസ്റ്റുകളും ചെയ്യുന്ന പോലെ നമ്മൾ ഇന്നത്തെ ഒരു 2025 പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അവയർനെസ് വെച്ചിട്ട് മറ്റൊരു കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരാളുടെ എഴുത്തിനെ കീറി മുറിക്കുക എന്നുള്ളതിൽ എനിക്ക് അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഇവരുപയോഗിച്ച ഓരോ വാക്കിലെയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിൽ പല പ്രയോഗങ്ങളും ഉപയോഗിക്കുകയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ കാലത്ത് അത് ഉപയോഗിക്കാൻ പാടില്ലേനും. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു രീതി വെച്ച് പണ്ട് കാലത്ത് അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ജീവിച്ച ഒരാളെ ഒരു പരിധിയിൽ കവിഞ്ഞ് കീറി മുറിച്ച് അനലൈസ് ചെയ്ത് വിധി കൽപ്പിക്കുന്നത് ഡിനോമിനേറ്റർ മനസ്സിലാക്കാതെ ന്യൂമറേറ്ററുകൾ മാത്രം കമ്പയർ ചെയ്യുന്ന ഒരു ശരിയല്ലാത്ത രീതിയാണെന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ചെകിടത്ത് അടി വീഴുമായിരുന്നു, പിന്നെ ആണുങ്ങൾ തന്നെ പെണ്ണുങ്ങളെ രക്ഷിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ നമ്മൾ ചിന്താഗതിയിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. നമ്മൾ മുൻപത്തെ ഒരു കാലഘട്ടത്തിൽ നിൽക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇന്ന് ഇതിനകത്ത് അവരൊരുപാട് ജഡ്ജ് ചെയ്തത്. ഇപ്പോൾ സിനിമകളുടെ തന്നെയാണ് തന്നെ. ഇന്നത്തെ കാലത്തിരുന്ന് നമ്മൾ പല സിനിമകളും ഇപ്പോൾ വാത്സല്യത്തിലെ രാഘവൻ നായർ ഒരു മെയിൽ ഷോവനിസ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ ചിലപ്പോൾ ചിരിയാണ് വരുന്നത്. അതൊക്കെ എന്താ പറയുക, ഓവർ വോക്കിസം ആണെന്ന് ചില നേരത്തെ തോന്നുന്നുണ്ട്. യഥാർത്ഥ പ്രശ്നങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതേസമയം നമ്മൾ ഓവർ ജഡ്ജ്മെൻറ്റിലാവാനും പാടില്ല. കാലഘട്ടങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് ആദ്യം പറയട്ടെ. ഇവിടെ സുഗതകുമാരി ടീച്ചർ ഈ പറഞ്ഞൊരു ഇത് സമൂഹം വ്യക്തിയെ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംരക്ഷിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കാൻ കഴിയില്ലെങ്കിലും ഒരു പരിധിവരെ അതിനോട് യോജിക്കുന്നു. ഈ പറയുന്ന സോക്കോൾ ആങ്ങളമാർ ഒരു പരിധി വരെ വേണ്ടതാണ്. എന്നാൽ അതേസമയം ഈ ആങ്ങളയിൽ നിന്ന് സദാചാര പോലീസിലേക്കുള്ള ദൂരം എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒരു പ്രശ്നം വന്നാൽ പ്രതികരിക്കേണ്ടുന്ന ഒരു സോക്കോൾ ആങ്ങളെയും മറ്റുള്ളവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ആവശ്യമില്ലാതെ കടന്നു കയറി അൺഡെമോക്രാറ്റിക്കായ രീതികൾ ഉപയോഗിച്ച് അവനെയോ അവളെയോ ഉപദ്രവിക്കുകയോ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ വൈറലാക്കുകയോ ചെയ്യുന്ന സദാചാര ആങ്ങളമാരും ഇവ തമ്മിലുള്ള ദൂരം, ഇവ തമ്മിലുള്ള ഒരു ബൗണ്ടറി എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം. ഇവിടെ എല്ലാവർക്കും, എല്ലാ സമൂഹങ്ങൾക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലീൻ പോയിന്റ് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ? നമുക്ക് ഓരോ വ്യക്തിയെയും ഓരോ സാഹചര്യത്തെയും ഇടപെടുന്ന ആളുടെ ഉദ്ദേശ്യത്തെയും അയാൾ ഉപയോഗിക്കുന്ന രീതികളെയും അനുസരിച്ച് മാത്രം ഇൻഡിവിജ്വലായിട്ട് പല കേസുകളും ഒരു അഭിപ്രായം പറയേണ്ടി വരും. രണ്ട് എക്സ്ട്രീമും ശരിയല്ല. ഒരു വ്യക്തിക്ക് യാതൊരു വ്യക്തി സ്വാതന്ത്ര്യവും നൽകാതെ സമൂഹത്തിൻ്റെ മാമൂലുകൾ മാത്രം നോക്കി അവൻ അല്ലെങ്കിൽ അവൾ, പ്രത്യേകിച്ച് അവൾ, സ്ത്രീകൾക്ക് നിയമങ്ങൾ കൽപ്പിക്കാനുള്ള നമുക്ക് എന്നും താല്പര്യം. കാലഘട്ടം മാറി വരുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഇങ്ങനെ തന്നെ പെരുമാറാവൂ എന്ന് പറയുന്ന ആ ഒരു സമൂഹാധിഷ്ഠിതം മാത്രമായ ഒരുപാട് റൂളുകളാൽ നിബദ്ധമായ ആ രീതി സമ്പൂർണ്ണമായിട്ട് വരുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല. എന്നാൽ അതേസമയം തന്നെ ആരും എന്തും ചെയ്യും, അതിൻ്റെ യാതൊരു ഇംപ്ലിക്കേഷനെ കുറിച്ച് ഒന്നും ബോധവടല്ല. എൻ്റെ ജീവിതം, എൻ്റെ മാത്രം ജീവിതം എന്ന് പറയുന്ന എക്സ്ട്രീം ഇൻഡിവിജ്വലിസത്തിൻ്റെയും ഒരു വക്താവല്ല ഞാൻ. ഈ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ഹൃദയഭാഷ എന്നുള്ള ലേഖന സമാഹാരത്തിൽ എൻ്റെ ജീവിതം, എൻ്റെ മാത്രം ജീവിതം എന്നുള്ള ആ ചെറു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവാം. അപ്പോൾ ഇവിടെ എവിടെയാണ്, വേർ ഷുഡ് വി ഡ്രോ ദ ലൈൻ? എവിടെയാണ് നമ്മൾ ആങ്ങളമാരാവേണ്ടത്? എവിടെയാണ് നമ്മൾ സദാചാര പോലീസ് ആവാൻ ചെല്ലരുതാത്തത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം, ചില വാക്കുകളിൽ ഒന്ന്, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണോ നടക്കുന്നത്
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മയക്കുമരുന്ന്, ലഹരി തുടങ്ങിയ കാര്യങ്ങൾ ഒരു സെറ്റിങ്ങിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചോയ്സ്, ഫ്രീഡം എന്നുള്ള കാര്യങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ്സ് എൻ ഇലീഗൽ ആക്ടിവിറ്റി. ഇറ്റ്സ് ഇലീഗൽ ആൻഡ് അൺഎത്തിക്കൽ. എത്തിക്കൽ ആസ്പെക്റ്റ്, നിയമപരമായ ആസ്പെക്റ്റ്, രണ്ടിനും എഗെയിൻസ്റ്റ് ആണ്. ആ അവസരങ്ങളിൽ നമ്മളത് സമൂഹം അതിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. സംശയമൊന്നുമില്ല. എല്ലാ വിഷയത്തിലും എല്ലാവരും ഇടപെടുമോ, എല്ലാവർക്കും ഇടപെടാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രാക്ടിക്കലായൊരു ചോദ്യമാണ്. അതും ഞാൻ എൻ്റെ ഹൃദയഭാഷ എന്നുള്ള പുസ്തകത്തിൽ നീതി എന്നുള്ളൊരു അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇടപെടുന്ന ആൾക്ക്, ഒരു നല്ല ഉദ്ദേശത്തോട് ഇടപെടുന്ന ആൾക്ക് തന്നെ സ്വയം അപകടം വരുന്നൊരു സാഹചര്യം വന്നാൽ എത്രത്തോളം അവർ ഇടപെടാൻ തയ്യാറാകും എന്നുള്ളതൊരു ഒരു റിയലിസ്റ്റിക് ആയ ചോദ്യമാണ്. ഐഡിയലിസം നമുക്ക് ഒരുപാട് പറയാം, പക്ഷേ വിസിൽ ബ്ലോവേഴ്സിന് പോലും അപകടം വരുന്നൊരു സിനാരിയോ ഉണ്ടാവരുത്. വിസിൽ ബ്ലോവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു സമൂഹത്തിൻ്റെ പരമമായ ധർമ്മങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് ഞാൻ നരിവേട്ട എന്നുള്ള സിനിമയുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവാം. ഇത്തരം വിഷയങ്ങൾ അവനവനെ നേരിട്ട് ബാധിക്കാത്ത, നേരിട്ട് ഞാൻ എടുത്തു പറയുന്നു, ഇൻഡയറക്ട്ലി എല്ലാ വിഷയങ്ങളും എല്ലാവരെയും കുറച്ചെങ്കിലും ബാധിക്കും. നേരിട്ട് ബാധിക്കാത്തൊരു വിഷയത്തിൽ സമൂഹ നന്മയെ കരുതി അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ നന്മയെ കരുതി ഇടപെടുന്നവർക്ക് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിയമപരമായിട്ടും അല്ലാതെയും നെഗറ്റീവ് ഇഫക്ട്സ് വരുന്ന, ത്രെട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലഹരിക്കെതിരെ ഒരു വിസിൽ ബ്ലോവർ നടപടി എടുത്താൽ അയാളുടെ പേരുൾപ്പെടെ രഹസ്യമായോ പരസ്യമായോ എല്ലാവരും അറിയിക്കുന്നത് ശരിയല്ല. അത് അയാൾക്ക് തന്നെ അപകടം ക്ഷണിച്ചു വരുത്തും. ആ ഒരു അവസരത്തിൽ ഇനി ഒരിക്കലും അങ്ങനത്തേന് വേണ്ടാന്ന് അയാൾ തീരുമാനിച്ചാൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. സോ അവരുടെ സേഫ്റ്റി, വിസിൽ ബ്ലോവേഴ്സിൻ്റെ സേഫ്റ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള പ്രധാനമാണ്. അപ്പോൾ ഇലീഗൽ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് ഇസ് എൻ ഇലീഗൽ ആക്ടിവിറ്റി, ഈവൻ അബ്യൂസ് ഓഫ് അഡൽട്സ് ഈസ് ഓൾസോ ആൻ ഇലീഗൽ ആക്ടിവിറ്റി. അത്തരം അവസരങ്ങളിൽ സമൂഹം ഇടപെടുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളൊരു ഇത് വെച്ചു കൊടുക്കാൻ കഴിയില്ല. കാര്യം വ്യക്തി സ്വാതന്ത്ര്യം ഒരിക്കലും അപരിമിതമല്ല. സമൂഹത്തിനല്ല, നാട്ടിലെ നിയമങ്ങൾ പ്രധാനമാണ്. അപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ കേസിൽ ഇവിടെ സമൂഹം ഇടപെടുക തന്നെ വേണം. ഈ പറഞ്ഞ ഈ സുകുമാരി ടീച്ചറുടെ ഭാഷയെ പറഞ്ഞാൽ ആങ്ങളമാരെ ഇടപെടുക തന്നെ വേണം. ആങ്ങളമാർക്കല്ല എല്ലാവർക്കും ഇടപെടാം, ഞാൻ ടീച്ചറുടെ ഭാഷയെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നേരെ മറിച്ച് ഇല്ലീഗൽ അല്ലാത്തൊരു ആക്ടിവിറ്റി ആണെങ്കിൽ, അത് ഇല്ലീഗൽ ആൻഡ് എത്തിക്കൽ ആണെങ്കിൽ പിന്നെ അവിടെ സമൂഹത്തിന് യാതൊരു റോളുമില്ല. ഇല്ലീഗൽ ആൻഡ് എത്തിക്കൽ അല്ലെങ്കിൽ ലീഗൽ ആൻഡ് നോട്ട് അൺഎത്തിക്കൽ. ഇപ്പോൾ ഇവിടെ ഒരാളുടെ ഭക്ഷണം, വസ്ത്രം, അതെല്ലാം സമ്പൂർണ്ണമായിട്ട് അയാളുടെ ചോയ്സാണ്. അവിടെ ഒരു സമൂഹത്തിന് ഇടപെടേണ്ട ആവശ്യമില്ല. സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവാം, ചിലത് പൊതുവെ അത്ര നല്ലൊരു ട്രെൻഡും ആയിരിക്കണമെന്നില്ല. പക്ഷെ അവിടെയൊക്കെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ് പെർസെയുള്ള നിയമം, എത്തിക്സ് എന്നുള്ളതിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ സമൂഹം ഇടപെടേണ്ട ആവശ്യമില്ല. ഒരാൾ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, ലീവ് ടു ദോസ് പേഴ്സൺ. അവിടെ നിയമം വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ ആളുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടം, കൺസെൻറ്റ്, ഫ്രീ വിൽ, ചോയ്സ് എന്നുള്ള കാര്യം അവിടെ സമൂഹത്തിന് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും സമൂഹം അവിടെ ആളെ വെറുതെ വിടുക, ആളുടെ വഴിക്ക് വിടുക, ആൻഡ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നുള്ളതാണ് നല്ല കാര്യം, അല്ലേ? നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പോലെ എല്ലാവരും ആകണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. സോ ആ കേസിൽ ആങ്ങളമാർക്കോ പോലീസുകാർക്കോ യാതൊരു പ്രാധാന്യവും ഇല്ല. ഇവിടെ ഫ്രീ വിൽ, കൺസെൻറ്റ്, നോട്ട് ഇലീഗൽ എന്നുള്ള 3 വാക്കുകൾ എടുത്ത് ഓർമ്മിക്കുക. ഇലീഗൽ അല്ലാത്ത കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഫ്രീ വില്ലും കൺസെൻറ്റും പ്രകാരം ചെയ്യുമ്പോൾ അതിൽ മറ്റൊരാൾക്ക് ഒന്നും ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി ലീഗലാണെങ്കിലും അണെത്തിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നിയമത്തിൻ്റെ എക്സാക്ട് നിയമപ്രകാരം അത് ശരിയായിരിക്കാം, അത് തെറ്റല്ലായിരിക്കാം. പക്ഷേ അണെത്തിക്കലായ കാര്യങ്ങൾ, ഇവിടെയാണ് ആ വലിയ ഗ്രേ സോൺ വരുന്നത്. ബിക്കോസ് എത്തിക്സ്, മൊറാലിറ്റി എന്നുള്ളത് ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രണയം, നാട്ടിലൊരു പ്രണയം നടക്കണം, ആ പെൺകുട്ടി വഞ്ചിക്കപ്പെടാൻ സാധ്യത എന്നുള്ളൊരവസ്ഥ വന്നാൽ അവിടെ സമൂഹം ഇടപെടണോ? എത്രത്തോളം? ഇവിടെ അൺഡെമോക്രാറ്റിക്കായ രീതിയിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല. പക്ഷേ ഡെമോക്രാറ്റിക്കായ രീതിയിൽ അവരെ ഒന്ന് ഉപദേശിക്കുക, ഈ വഴി ശരിയല്ല, ഇതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുക. അൺഡെമോക്രാറ്റിക്കായ രീതികളിലേക്ക് പോകാത്തിടത്തോളം ജെന്റിൽ അഡ്വൈസ് അത് സമൂഹം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെയും ഏത് വഴികൾ, അവരെ അടിച്ചോടിക്കുക, തല്ലി ഓടിക്കുക, വടിയെടുക്കുക, നമ്മുടെ കുറേ നാളുകൾ മുമ്പ് കണ്ട പോലെ വടിയെടുത്ത് ഓടിക്കുക, അടിച്ചോടിക്കുക തുടങ്ങിയ പരിപാടികൾ ചെയ്യാനൊന്നും ആർക്കും അവകാശമില്ല. പക്ഷേ ചില പ്രശ്നങ്ങളിൽ ചെന്ന് തലവെച്ചാൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ കേസിലാണെങ്കിൽ, ടീനേജേഴ്സിൻ്റെ കേസ് ബോർഡർ ലൈൻ, ചെറിയ കുട്ടികളെയൊക്കെ ഉള്ളവർ, അപ്പോൾ അവിടെ നമുക്ക് സമൂഹത്തിന് കുറച്ചെങ്കിലും അവിടെ എവിടെയെങ്കിലും വലിയ തെറ്റെന്ന് ഞാൻ തോന്നുന്നില്ല. അവിടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെടാതിരിക്കുന്നത് അത്ര നല്ലൊരു രീതി ഞാൻ തോന്നുന്നില്ല. ഡെമോക്രാറ്റിക്കായ രീതികളിൽ കൂടി ഇടപെടാൻ ശ്രമിക്കുന്നതിൽ വലിയ തെറ്റ് ഞാൻ കാണുന്നില്ല. എനിക്കറിയില്ല കേൾക്കുന്ന എല്ലാവരും ഇതിനോട് യോജിക്കുമോ എന്നുള്ളത്, ഐ ഡോണ്ട് നോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ. പിന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ, നമ്മുടെ അടുത്തുള്ള വീടുകളിൽ തന്നെ നടക്കുന്ന ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ മാരിറ്റൽ അബ്യൂസ് തുടങ്ങിയ ചില കാര്യങ്ങളുണ്ട്. അവിടെ പുറമേ ഒരിക്കലും പരാതി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സാമൂഹികമായ മാമൂലുകളെ പേടിച്ച് പല കാര്യങ്ങൾ കൊണ്ടും പുറമേ ചിലപ്പോൾ പരാതികൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ അവിടെ ഡെഫിനറ്റ് ആയിട്ടൊരു അബ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എടുത്തു പറയുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളോ പേഴ്സണൽ ഇഷ്യൂസോ അല്ല, ഡെഫിനറ്റ് അബ്യൂസാണ് നടക്കുന്നത്. പല സ്ത്രീകളുടെയും ആത്മഹത്യയിലേക്ക് നടക്കുന്ന കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടുല്ലോ. അതുല്യ, വിപഞ്ചിക, ഒരുപാട് പേരുടെ കേസിൽ കണ്ടു. അപ്പം അത്തരം അവസരങ്ങളിൽ സമൂഹത്തിന്, പ്രത്യേകിച്ചും അടുത്തുള്ളവർക്ക് പലപ്പോഴും അവയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കിയാലും പലപ്പോഴും അവരാരും നിയമത്തെ സമീപിക്കാനോ അതിൽ ഇടപെടാനോ കാര്യമായിട്ട് ഇന്നത്തെ കാലത്ത് അധികം പോവാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാര്യം എന്താണ് ഞങ്ങളുടെ വിഷയമല്ല എന്നുള്ളതും, പിന്നെ അവർ ഇടപെടാൻ ചെന്നാൽ അവരുടെ ഭാഗത്തു നിന്നും അബ്യൂസ് അനുഭവിക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് പോലും ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഒക്കെ ആവാം. അവിടെയൊക്കെ കുറച്ചുകൂടി സമൂഹത്തിന് ഇടപെടാൻ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ഒരു കുരുക്കിൽ നിന്ന് ഊരിപ്പോരാൻ ചിലപ്പോൾ ആ കുട്ടിക്കോ സ്ത്രീക്കോ ഈവൻ പുരുഷന്മാർ പോലും അങ്ങനെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ അവർക്ക് പോലും ഒരു സഹായം സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ചിലപ്പോൾ സ്വയം സഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്വയം ഒരു തടവറയിലായിരിക്കുമ്പോൾ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. ഒരു ചെറിയ സഹായം ആ ഒരു അവസരങ്ങളിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചൈൽഡ് അബ്യൂസിൻ്റെ കേസിൽ ഡെഫിനറ്റ്ലി അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. സോ അവിടെ ഒരു ചോയ്സ് തന്നെ ഉദിക്കണില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഞാൻ പറയുന്ന പോലെ ഒരു 1-on-1 സൊല്യൂഷൻ ഇല്ല. നല്ല ഉദ്ദേശത്തോടു കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതികളിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലും പിന്നെ ലീഗൽ ബട്ട് അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും, ലീഗൽ ബട്ട് അൺഎത്തിക്കൽ എന്നുള്ള വളരെ ഗ്രേ സോണാണ്, ശ്രദ്ധിച്ച് ചെയ്യണം. അവിടെ വിത്തിൻ ലിമിറ്റ്സ് നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല രീതിയിൽ ഇടപെടുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു ഈ പറഞ്ഞ ലീഗൽ ബട്ട് നമ്മുടെ അതനുസരിച്ച് എത്തിക്കലല്ലാത്ത കാര്യങ്ങളാകുമ്പോൾ അതിലൊരു പരിധി കവിഞ്ഞ് ഇടപെട്ട് ഇതാക്കുന്നതിൽ നമുക്ക് കഴിയില്ല. പിന്നെ ഫ്രീ വിൽ കൺസെൻറ്റ് ലീഗൽ എന്നുള്ള സ്വന്തം ഇഷ്ടപ്രകാരം കൺസെൻറ്റോട് കൂടി ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റ്ലി ലീവ് ഇറ്റ് ടു ദ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമുക്ക് ഓരോ സിനാരിയോയിലും നമുക്ക് വ്യത്യസ്തമായ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയാലും ഒരു ശരി തെറ്റില്ല. അങ്ങനെ ഒരു 1-way സൊല്യൂഷൻ ഒന്നും ഓഫർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നു. റിയൽ ലൈഫിൽ പലപ്പോഴും അങ്ങനെയാണ്. ആരെങ്കിലും 1-way സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു സിംപ്ലിസ്റ്റിക് ടു ബി ട്രൂ. ഇവിടെ നമ്മൾ ഇടപെടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കണം, നമ്മുടെ ഉദ്ദേശം നല്ലതാണോ? എന്തിനാണ് നമ്മളിവിടെ ഇടപെടുന്നത്? അവരുടെ വഴിക്ക് വിടേണ്ട ഒരു കാര്യമാണോ അതോ നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യമാണോ? ഇടപെടുന്നുണ്ടെങ്കിൽ എവിടം വരെ നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളത്. നമ്മളാണ് ഇടപെടുന്ന ആണെങ്കിൽ, ഇനി മറ്റൊരാൾ നമ്മുടെ കാര്യത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തിരിച്ചും റിവേഴ്സ് സിനാരിയോയിലും ഈ കാര്യങ്ങൾ ആലോചിക്കാം. അപ്പോൾ നല്ല രീതിയിലുള്ള ആംഗ്ലമാരാവുന്നതിൽ ഒരു പരിധിവരെ തെറ്റൊന്നുമില്ല. പക്ഷേ സദാചാര പോലീസിങ്ങിലേക്ക് പോകരുത്. വ്യക്തിക്കും സമൂഹത്തിനും പരസ്പരം ആവശ്യമുണ്ട്. ഇത് കൂടുതൽ ചിന്തയ്ക്ക് വഴി നൽകുന്ന ഒരു ടോപ്പിക്കാണ്. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ചിന്താഗതികൾ മാറാം. എങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. സോ കൂടുതൽ നിങ്ങൾ ചിന്തിക്കൂ. അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം. ചർച്ച ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, ഒരാൾ മാത്രം പറയുന്നതിനേക്കാളും. അപ്പോൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയൂ. എവറി ഫീഡ്ബാക്ക് ഈസ് സോ പ്രഷ്യസ്. ഓക്കെ, താങ്ക് യു.